ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ആദ്യ ദിനത്തിൽ ശ്രദ്ധേയമായ പദ്ധതി പ്രഖ്യാപനം നമുക്കൊന്ന് നോക്കാം. കേന്ദ്രത്തിന്റെ പിന്തുണ 31 പദ്ധതികൾക്കാണ് നിതിൻ ഗഡ്കരി ഇന്ന് പ്രഖ്യാപിച്ചത്. അതിലേറ്റവും ശ്രദ്ധേയമായത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966ന്റെ 4 വരിയാക്കലാണ്. 10,840 കോടി രൂപയാണ് 3 മാസം ഈ പ്രവർത്തനം തുടങ്ങാൻ പോകുന്ന ഈ പദ്ധതിക്കായിട്ടുള്ള നീക്കിയിരിപ്പ്. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 6,500 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് വകയിരുത്തിയിരിക്കുന്നത് 5,000 കോടിയാണ്. കൊല്ലത്തെ റോഡിന് 300 കോടിയും വകയിരുത്തിയിരിക്കുന്നു. അങ്ങനെ 31 പ്രധാനപ്പെട്ട പദ്ധതികൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ഇതടക്കം 3 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് കേന്ദ്രം ആദ്യ ദിനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, അങ്ങനെ ആദ്യ ദിനം 3 ലക്ഷം കോടിയുടെ കേന്ദ്ര നിക്ഷേപം, 30,000 കോടിയുടെ അദാനിയുടെ നിക്ഷേപം, മറ്റു ചെറുതും വലുതുമായ മറ്റു നിക്ഷേപങ്ങൾ, ഇതെല്ലാം സ്വീകരിക്കുന്നതിനുമപ്പുറം വന്നിരുന്ന 26 രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾക്ക് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന പ്രതീതി നൽകാനായില്ലേ? അരുൺകുമാർ, വ്യവസായ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ആദ്യ ദിവസം പൂർത്തിയാകുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ നിക്ഷേപകർ കേരളവുമായി ചർച്ചകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ അടിസ്ഥാന വികസന രംഗത്ത് അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷവും ഈ സംരംഭത്തിന് പിന്തുണ അർപ്പിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ ഏകുന്നുണ്ട്. എന്തായാലും ഇന്ന് കരൺ അദാനി ഏതാണ്ട് 30,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 20,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടിയും നിക്ഷേപം നടത്തും. എന്തായാലും അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനവും വലിയ പ്രതീക്ഷ ഏകുന്നതാണ്. 3 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രത്യേകിച്ച് ദേശീയപാത വിഷയത്തിലടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പാലക്കാട് മലപ്പുറം ദേശീയപാത വികസനം, അതോടൊപ്പം തന്നെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, അതോടൊപ്പം തിരുവനന്തപുരത്തെ റിംഗ് റോഡ് അടക്കമുള്ള പദ്ധതികളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരമാവധി പെട്ടെന്ന് തന്നെ ഈ പദ്ധതികൾ തുടങ്ങാനും അത് പൂർത്തിയാക്കാനും കഴിയുമെന്ന പ്രഖ്യാപനവും ഇന്ന് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3000-ലധികം പ്രതിനിധികളാണ് ഇന്നും നാളെയും നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നുണ്ട്. UAE ധനമന്ത്രി, അതോടൊപ്പം തന്നെ ബഹ്റിൻ വ്യവസായ മന്ത്രി അടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ മുഴുവൻ നേരവും പങ്കെടുക്കുന്നുണ്ട്. ഈ സംരംഭകരുമായി മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ചർച്ചയും വ്യവസായ മന്ത്രിയുടെ നേരിട്ടുള്ള ചർച്ചയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ താല്പര്യപത്രമായിരിക്കും ക്ഷണിക്കുക. അതിനുശേഷം ഇതിൽ കൂടുതൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് ധാരണാപത്രത്തിലേക്ക് എത്താനും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനുമാണ് തീരുമാനം. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ പ്രതീക്ഷകൾ നൽകുന്നതായി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ആദ്യ ദിനം.